എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ സവോളയാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ കൂടെ വേണ്ടത് 2 തക്കാളിപ്പഴമാണ്. കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 10-12 കഷ്ണമുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകുമുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് ഞാനിത് ചെയ്യുന്നത് ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ചാണ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ ആണെങ്കിലും ഇത് ചെയ്തെടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ബാക്കിയുള്ള സവോള, തക്കാളി ഇതൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വെന്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എണ്ണ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം കടുക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെരുംജീരകം, ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് അരച്ചാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാടൊന്നും വഴന്നു വരണ്ട. കുക്കറിലിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അല്പം മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയും ഗരം മസാലയുമാണ്. 2 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരുപാടൊന്നും വഴന്നു പോകണ്ട. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിപ്പ പാത്രത്തിൽ കോരി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ചിക്കനാണ്. ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം പോലും ചേർക്കുന്നില്ല. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിനാവശ്യമായ വെള്ളം ഈ ചിക്കനിൽ നിന്നിറങ്ങുന്ന വെള്ളം മാത്രം മതി. ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിതൊന്ന് മാറ്റി എൻ്റെ തവി ഒന്ന് മാറ്റി വേറൊരു തവി എടുത്തിട്ടാണ് ഇപ്പോൾ ഇളക്കുന്നത്. മറ്റതുകൊണ്ട് ഇതിനകത്ത് ഇളക്കിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് അധികം സമയമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇതിനാവശ്യമായ കറിവേപ്പില കൂടി ഈ സമയം ചേർക്കാം. പിന്നെ ഒരു കാര്യം, ഈ കറിവേപ്പില ചേർക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കിയിട്ട് വേണം ഇതിനകത്ത് അടച്ച് വെക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ വിസിലടിക്കുമ്പോൾ ഈ കറിവേപ്പിലയൊക്കെ വന്ന് ഈ വിസിലിൻ്റെ ഈ ഹോൾ അടയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഇത് ഇളക്കിയിട്ട് വേണം വെക്കാൻ. നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ആദ്യം ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു വിസിലടിപ്പിക്കാൻ. ഇതിപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇത് ക്യാമറ അടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആവി വന്നിട്ടാണ് അത് പെട്ടെന്ന് മങ്ങിപ്പോയത്. രണ്ടാമത്തെ വിസിലടിക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം രണ്ടാമത്തെ വിസിലടിക്കാൻ. ഇതിപ്പോൾ രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ ഇതിനകത്ത് എയർ വെച്ച് ഇത് വേകുന്നോടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയി ഞാൻ ഇതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഞാനൊരല്പം വെള്ളം പോലും ചേർത്തില്ല. പക്ഷേ ഇതിനകത്ത് കണ്ടോ ഇതുപോലെ വെള്ളമായി. ഈ ചിക്കനിൽ നിന്നും വെന്തിറങ്ങിയ വെള്ളമാണിത്. കുക്കറിൽ നിങ്ങൾ വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ചേർത്തിട്ട് വയ്ക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒരല്പം കൂടി കടുക് പൊട്ടിക്കണമെന്നില്ല, എന്നാലും അല്പം അരപ്പ് മൂപ്പിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്രയും ഗ്രേവി പോരാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ചിക്കൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിക്ക് ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഒന്ന് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ആയിട്ടാണ് നമുക്കിതൊന്ന് കോരി മാറ്റാം. എനിക്കൊരല്പം ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ എണ്ണ ഒഴിച്ചപ്പോൾ ഒരല്പം കടുക് കൂടി ചേർത്തന്നേ ഉള്ളൂ. നമ്മൾ കടുക് നേരത്തെ വറുത്തിട്ടാണ് ചിക്കൻ വെന്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് നല്ലൊരു സ്മെല്ലുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ അല്ലികളൊക്കെയാണ് ചേർത്ത്, വെളുത്തുള്ളി അല്ലി, ഇഞ്ചി അരിഞ്ഞാണ് ചേർത്തത്. അതുകൊണ്ടാണ് ഈ സമയം ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നത്. ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കറിക്ക്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അധികത്തിൻ്റെ ആവശ്യമില്ല, ഒരല്പം. ഇതും കൂടി ചേർത്തിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയധികം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ തിളയ്ക്കും, ഇതിനധികം സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്, ഈ ഒരു പോർഷൻ. എനിക്ക് അല്പം കൂടി ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഫ്രൈ ചെയ്ത് ചേർത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ, ഞാൻ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ചേർക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ മല്ലിയില ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിനകത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് നാളെയും വീഡിയോ ചെയ്യുവാനായിട്ടൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം. നാളെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.